ശമ്പളം വാങ്ങാൻ പോയാലോ? ഒരു 4000ത്തിന് പോവല്ലേ, അതുകൊണ്ട് കുളിച്ചിറങ്ങി. പിന്നെ ഈ 4 മുടിയുള്ളത് കെട്ടി വെക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം 40 പുറത്തുണ്ടെന്ന് കാണിക്കണം. 4 ഉള്ളൂ എന്ന് നാട്ടുകാരറിയുന്നത് മോശമല്ലേ. വാച്ച് കെട്ടാം, സമയം ഉണ്ടില്ല എന്ന് വേണ്ട. പക്ഷെ വാച്ചില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല കേട്ടോ, അതാണ് വാസ്തവം. പിന്നെന്താ, ലൈറ്റായിട്ടൊരു വളയും ഒരു കുഞ്ഞു കമ്മലും. കമ്മൽ ശരിക്കും വലുത് പ്രിഫർ ചെയ്യുന്ന ആളാണ്, പക്ഷേ ഞാൻ ഡ്രസ്സിനനുസരിച്ച് കമ്മലിടുന്ന ആളാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് ഈ കുഞ്ഞു കമ്മൽ മതി. ലിപ് ബാം മസ്റ്റാ. കണ്ടതും കിട്ടിയതുമായ സകല ലിപ്സ്റ്റിക്കും ഇട്ട് ചുണ്ടിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലിപ് ബാമിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്ന് ലിപ്സ്റ്റിക് ഇല്ല കേട്ടോ, ഈ ലിപ് ലൈനർ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ്. മുറ്റത്തിറങ്ങുമ്പം എനിക്കിപ്പോൾ ഈ ലിപ് ലൈനർ വേണം. ലിപ്സ്റ്റിക്കായി ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും. ഇവിടെ മാത്രം ഞാൻ ചിത്രകലയിൽ അഗ്രഗണ്യാണ്. എൻ്റെ ചുണ്ടിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ലൈൻ സ്ഫുടമായി വരയ്ക്കാൻ ഞാനിപ്പോൾ നന്നായി പഠിച്ചു. പിന്നെ കുറച്ച് പൗഡർ, അത് മുഖത്തിട്ട് കഴിഞ്ഞ് അത് മൊത്തത്തിൽ തുടച്ച് കളയുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടവിനോദം. മ്യൂസിക് മുഖ്യം വെകിലേ, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. എൻ്റെ ഹെഡ്സെറ്റ് ഇല്ലാണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. പാട്ടില്ലാണ്ട് എന്ത് ഞാൻ. പിന്നെ എൻ്റെ സ്ഥിരം സഞ്ചി, അതിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷെ വാതിലിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വളരെ പ്രധാനപ്പെട്ടൊരു സാധനം അതിലില്ല എന്ന്. അങ്ങനെ ബസ്സിൽ പാട്ടൊക്കെ കേട്ട് സ്ഥലത്തെത്തി. ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് എനിക്ക് ശമ്പളം വാങ്ങേണ്ടത്. എക്സൽ അക്കാദമി. ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ്. ബയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. അങ്ങനെ ഈ മാസത്തെ കണക്കുകളെല്ലാം ഏകദേശം കണക്കാക്കി ചെറിയ കുറച്ച് നോട്ടുകളുമായി ഞാൻ തിരികെ പുറപ്പെട്ടു. ഇതുപോലെ ഒരുപാട് വലിയ നോട്ടുകൾ യൂട്യൂബിൽ നിന്ന് വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ചെയ്യില്ല എന്ന് പറയരുത് പ്ലീസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ലൈറ്റ് ഇനിയും കാണാം.